ഓക്കെ മക്കളെ, നെക്സ്റ്റ് 28th അല്ലേ? സോ നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചൊരു വീഡിയോ ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ നോക്കാം. ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് വിത്ത് ഡിഫറെൻറ്റ്, ഇത് വളരെ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. സോ ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് വിത്ത് ഡിഫറെൻറ്റ് എവല്യൂഷണറി ഹിസ്റ്ററി, എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഡിഫറെൻറ്റ് എവല്യൂഷണറി ഹിസ്റ്ററി എന്ന് ഉദ്ദേശിച്ചത് ഡിഫറെൻറ്റ് എവല്യൂഷൻ, പല പോയിന്റ് അല്ലെങ്കിൽ പല ഒറിജിൻ ആണ് അല്ലേ? ഡിഫറെൻറ്റ് ഒറിജിൻ ആണ്. ഈ ഡിഫറെൻറ്റ് എവല്യൂഷണറി ഹിസ്റ്ററി എവോൾവ് സിമിലർ ഫിനോടൈപ്പിക് അഡാപ്റ്റേഷൻ. സിമിലർ ഫിനോടൈപ്പിക് അഡാപ്ഷൻ എന്ന് വെച്ചാൽ അതായത് അവരൊരു കോമൺ ഏരിയയിലേക്ക് എത്തി, അങ്ങനെ ഒരു സിമിലർ ഫിനോടൈപ്പിക് അഡാപ്റ്റേഷനിലേക്ക് അവരെത്തി. ഓക്കെ, സിമിലർ ഫിനോടൈപ്പിക് അഡാപ്റ്റേഷനിലേക്ക് എത്തി, അതല്ല ഉദ്ദേശിച്ചത്. സോ ദിസ് ഈസ് സിംപ്ലി എ കൺവേർജന്റ് എവല്യൂഷൻ എന്ന് നമുക്ക് പറയാം. സോ ആൻസർ ഈസ് കൺവേർജന്റ് എവല്യൂഷൻ. ഓക്കെ, സോ ഇതിൽ കോമൺ എൻവിറോൺമെന്റൽ ചാലഞ്ച് എന്ന് ഉദ്ദേശിച്ചത് സിമിലർ ഹാബിറ്റേറ്റ് ആണ് ഉദ്ദേശിച്ചത്, സിമിലർ ആയിട്ടുള്ള ഒരു ഹാബിറ്റേറ്റ് ആണ്. പക്ഷേ ഇനി ഡൈവേർജന്റ് എവല്യൂഷൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചതെങ്കിൽ എങ്ങനെയായിരിക്കും? ഡൈവേർജന്റ് എവല്യൂഷൻ സാധാരണ ഒരു പോയിന്റിൽ കോമൺ ഒറിജിൻ ആണ്, സെയിം എവല്യൂഷണറി ഹിസ്റ്ററിയിൽ നിന്ന് അല്ലെ, അങ്ങനെ ആയിരിക്കാം. സെയിം എവല്യൂഷണൽ ഹിസ്റ്ററിയിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന എവല്യൂഷൻ ആണ് ഡൈവേർജന്റ് എവല്യൂഷൻ. അതിന് രണ്ട് ടൈപ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഹോമോലോഗസ് ഓർഗൻസും അതേപോലെ തന്നെ അഡാപ്റ്റീവ് റേഡിയേഷനും. ഈ അഡാപ്റ്റീവ് റേഡിയേഷൻ സ്പെസിഫിക്കലി ഡിഫറെന്റ് എൻവിറോൺമെന്റൽ ചാലഞ്ച് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഹാബിറ്റേറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ മാറിപ്പോകരുത്. സോ 28 the answer will be T. Okay, 29 വായിച്ച് നോക്കാം. 29, the eye of octopus and eye of cat show different patterns of structure. So different structure എന്നാണ് കൊടുത്തത്. So different structure yet they perform similar function. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു, സിമിലർ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് സിമിലർ ഫംഗ്ഷന് വേണ്ടിയിട്ട് അല്ലേ, ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് സ്ട്രക്ചറും അതേപോലെ തന്നെ ഒറിജിനും. സാധാരണ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്, പക്ഷെ സെയിം ഫംഗ്ഷൻ ആണ്. അതിനാണ് നമ്മൾ എന്ത് പറയുക? Convergent evolution and analogous organs. So 29 answer will be A. Okay, and 30 you can just note 30. Okay, 30 സെയിം സിമിലർ ആയിട്ടുള്ള ഒരു ഇതാണ്. കറക്റ്റ് ഏതാന്നുള്ളതാണ് ചോദിച്ചത്. ഓക്കെ, കറക്റ്റ്. ഓക്കെ, കൺവേർജന്റ് എവല്യൂഷൻ ആൻഡ് ഡൈവേർജന്റ് എവല്യൂഷൻ ഏതാന്നുള്ളതാണ് ചോദിച്ചത്. ഓക്കെ, now one correct with this example of each convergent and divergent. So 30 ഏതായിരിക്കും വരിക? 30 you can note. Eyes of octopus and eyes of mammals നമ്മൾ പറഞ്ഞതാണ്. കൺവേർജന്റ് എവല്യൂഷൻ, ഐസ് ഓഫ് ഒക്ടോപ്പസ്, ഐസ് ഓഫ് മാമൽസ് നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ യെസ് അനലോഗസ് ഓർഗൻസിന് പറഞ്ഞതാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. Then divergent evolution bonds of forelimbs of vertebrates. യെസ്, ഹോമോലോഗസ് ഓർഗൻസ്, അതും ശരിയാണ്. സോ അതെന്തായാലും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഇനി കൺവേർജന്റ് എവല്യൂഷൻ തോൺസ് ഓഫ് ബോഗൻവിലിയ ആൻഡ് കുക്കുർബിറ്റ, അത് വരുമോ? കൺവേർജന്റ് എവല്യൂഷൻ നോ, അത് ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. ദാറ്റ് ഈസ് ഹോമോലോഗസ് ഓർഗൻസ്. സോ അത് തെറ്റാണ്. വിങ്സ്, അപ്പോൾ ഇത് തെറ്റായതുകൊണ്ട് നമുക്ക് അടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല. ബോൺസ് ഓഫ് ഫോർലിംസ് ആൻഡ് വെർട്ടിബ്രേറ്റ്സ്, അഗെയിൻ അത് തെറ്റാണ്, അത് ഡൈവേർജന്റ് എവല്യൂഷനിലാണ് വരിക. ഓക്കെ, നൗ അഗെയിൻ ഇവിടെ തോൺസ് ഓഫ് ബോഗൻവിലിയ ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് കുക്കുർബിറ്റ എന്ന് കൺവേർജന്റ് എവല്യൂഷനിൽ വന്നത്, അത് ഡൈവേർജന്റ് എവല്യൂഷനിലാണ് നമ്മൾ പറഞ്ഞത്. സോ മാറിപ്പോകരുത്. ഡൈവേർജന്റ് എവല്യൂഷൻ, കൺവേർജന്റ് എവല്യൂഷൻ. ഡൈവേർജന്റ് ഈസ് ഹോമോലോഗസ്, ഓക്കെ, ആൻഡ് കൺവേർജന്റ് ഈസ് അനലോഗസ്. എങ്ങനെയെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഡൈവേർജന്റ് എന്ന് പറയുമ്പോൾ, ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ സെയിം പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ഡൈവേർജന്റ്. കൺവേർജന്റ് എവല്യൂഷൻ, അനലോഗസ് എന്ന് പറയുന്നത് സെയിം ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. മാറിപ്പോകരുത്. ഓക്കെ, 31 കുറച്ചുകൂടെ നല്ല ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 31 മെയിൻസ് ഓഫ് 2010 ആയിരുന്നു. ഓക്കെ, സോ 31 വായിക്കാം. Wings of butterfly and birds look alike and are as a result of എന്നാണ് ചോദിച്ചത്. 31. ഓക്കെ, look alike, wings of butterfly and birds. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺവേർജന്റ് എവല്യൂഷൻ അല്ലേ. ലുക്ക് അലൈക്ക്, കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞത്. സോ അത് 1 എന്തായാലും കൺവേർജന്റ് എവല്യൂഷൻ ആണ് വരിക. ഓക്കെ, ഇനി ബിയിൽ CH4H2NH3 ആൻഡ് യെസ് എന്താ വരും? വാട്ടർ വേപ്പർ അല്ലേ. വാട്ടർ വേപ്പർ when exposed to electric discharge in flask result in the formation of amino acids ആണ്. ആദ്യം ഉണ്ടായത് അമിനോ ആസിഡ്സ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, വെർമിഫോം അപ്പൻഡിക്സ് ഈസ് എ വെസ്റ്റിജിയൽ ഓർഗൻ. വെർമിഫോം അപ്പൻഡിക്സ് വെസ്റ്റിജിയൽ ഓർഗൻ ആണെങ്കിലും ആൻഡ് ഈസ് എൻ എവിഡൻസ് ഓഫ് എവല്യൂഷൻ. അത് എൻസിആർടിയിൽ എവിടെ പറഞ്ഞിട്ടില്ല. സോ അത് നമുക്ക് അവിടെ ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഓക്കെ, കറക്റ്റ് ഏതാന്നുള്ളതല്ലേ ചോദിച്ചത്. അക്കോർഡിംഗ് ടു ഡാർവിൻ, എവല്യൂഷൻ took place due to variations ആണല്ലേ. വേരിയേഷൻസ് ആൻഡ് ദ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്.
സോ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ആൻസർ ഏത് വരും അറിയോ? ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ സ്യൂട്ട് ആയിട്ടുള്ള ആൻസർ 31 നമുക്ക് എ ആയിരിക്കും വരിക. ഓക്കെ, എന്താണ് ഇതിന്റെ പ്രശ്നം? ഇതിന്റെ പ്രശ്നം എന്തായാലും ഓക്സിജൻ വരൂല, ന്യൂക്ലിയോസൈഡ്സും തെറ്റാണ്. എന്താ അപ്പൊ ഇത് തെറ്റാണ്. എന്താണ് സിന്റെ പ്രശ്നം? വാട്ടർ വേപ്പർ അമിനോ ആസിഡ് ഓക്കെ, റുഡിമെന്ററി അനാറ്റമിക്കൽ, ഈ ഒരു സി എന്നുള്ള സാധനേ തെറ്റാണ്. അപ്പൊ സീനെ പറ്റി ആലോചിക്കണ്ട. ഓക്കെ, സി വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും തെറ്റാണ്. ഓക്കെ, എന്തായാലും എവല്യൂഷൻ അക്കോർഡിംഗ് ടു ഡാർവിൻ മ്യൂട്ടേഷൻ വഴിയല്ല. സോ 31 അത് നോക്കണ്ട. സോ ഓപ്ഷൻ വിൽ ബി എ. ഓക്കെ, നൗ 32 നോക്കാം. 32 വേണ്ട, 30 ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. 33 നോക്കാം. 33 in case of peppered moth, the black colored form became dominant over the light colored. This is an example for എന്നാണ് ചോദിച്ചത്. Okay, actually this is an example for natural selection എന്നുള്ള നമുക്കറിയാം. natural selection ആണ്. എന്തിനാണ് natural selection due to anthropogenic action. Now 34, the thorn of bougainvillea and tendril of cucurbita are example of നമ്മൾ പറയുന്നു. 34 answer will be D. Okay, homologous organ. Now 35, which one of the following pairs of correctly matched ഏതാന്നുള്ളതാണ് ചോദിച്ചത്. correctly matched ഇതില് ഡി നോക്കാം. ഡി എന്തായാലും തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഐ മീൻ ബ്ലൈൻഡ് സ്പോട്ട് ഒരിക്കലും ഒരു എന്തല്ല, വെസ്റ്റിജിയൽ ഓർഗൻ അല്ല. നിക്റ്റിറ്റേറ്റിംഗ് മെമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിന്റെ മീഡിയൽ ക്യാമ്പസ്, മീഡിയൽ ആയിട്ടുള്ള ഏരിയ, അവിടെ വെസ്റ്റിജിയൽ ഓർഗൻ ആയിട്ട് പറയാറുണ്ട്. ഓക്കെ, ഇത് ഏർലിയർ ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യണം. സൗണ്ട്സ് ഇതും തെറ്റാലേ, ഹോമലോഗസ് ഓർഗൻസ് ആണ്. വിങ്സ് ഓഫ് ഹണി ബി ആൻഡ് വിങ്സ് ഓഫ് ക്രോ. ഹോമലോഗസ് ഓർഗൻ എന്തായാലും ആവൂല അല്ലേ. ഹോമലോഗസ് ഓർഗൻ എന്ന് പറയുമ്പോൾ എന്തായാലും അതിന്റെ ഡിഫറെന്റ് ഫംഗ്ഷൻ ആണ്. പക്ഷേ വിങ്സ് ഓഫ് ഹണി ബി ആയാലും വിങ്സ് ഓഫ് ക്രോ ആയാലും രണ്ടും പറക്കാനാണ് ഉപയോഗിക്കുന്നത്. സോ ഹോമലോഗസ് ഓർഗൻ അങ്ങനെയെങ്കിലും ആലോചിച്ച് വെക്കുക. സോ നമുക്കറിയാം ഹോമലോഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പോയിന്റിൽ നിന്ന് ഡിഫറെന്റ് ഫംഗ്ഷൻ അല്ലെ. ഹോമലോഗസ് എന്ന് പറഞ്ഞാൽ ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. സോ ഡിഫറെന്റ് ഫംഗ്ഷൻ ആയിരിക്കണം. സോ എന്തായാലും ഇത് തെറ്റാവും. വിങ്സ് ഓഫ് ഹണി ബി ആയാലും വിങ്സ് ഓഫ് ക്രോ ആയാലും അങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷൻ സ്യൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഐഡിയ ഉണ്ടായാൽ മതി, ലോജിക് ഉണ്ടായാൽ മതി. സോ ഇത് ഏതായാലും തെറ്റായ സ്റ്റേറ്റ്മെന്റ്. നെഫ്രിഡി ഓഫ് എർത്തുവും മാൽപിജൻ ട്യൂബ്യൂൾസ് എക്സ്ക്രീറ്ററി ഓർഗൻസ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, now an important evidence in favor of organic evolution is the occurrence of അത് നമുക്ക് അറിയാവുന്നതാണല്ലോ. 38 important evidence in favor of organic evolution is the occurrence of. 38 the answer is homologous and analogous organ ആണ് കേട്ടോ. homologous എന്തായാലും മീൻസ് നമ്മൾ പറഞ്ഞതാ അല്ലേ, ഡൈവേർജന്റ് എവല്യൂഷൻ ആൻഡ് കൺവേർജന്റ് എവല്യൂഷൻ രണ്ടും എവല്യൂഷന്റെ എവിഡൻസ് ആണ്. ക്ലിയർ അല്ലേ? സോ 38 the answer will be A. Now next നോക്കാം. Homologous organs are those that show 57. Okay, homologous organ are those that show similarity. നമ്മൾ പറഞ്ഞതല്ലേ, homologous എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. സോ സെയിം ഒറിജിൻ ആണ് സാധാരണ. ഓക്കെ, സോ സെയിം ഒറിജിൻ. The presence of gill slits in the embryos of all vertebrates supports the theory of എന്നാണ് ചോദിച്ചത്. supports the theory of actually ഇത് വേണ്ട കേട്ടോ, ഇത് റീക്യാപിറ്റുലേഷൻ ആണ്, ഇത് നമുക്ക് എന്തായാലും ചോദിക്കില്ല. സ്റ്റഡി ഓഫ് ഫോസിൽസ് 62 ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റഡി ഓഫ് ഫോസിൽസ് എന്താ? പാലിയന്റോളജി. സ്റ്റഡി ഓഫ് ഫോസിൽസ് പാലിയന്റോളജി 62. Now the finches grouped according to their food source. Which of the following is not a finch food? finch food അല്ലാത്തത് ഏതാന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ എന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യം വെച്ചിട്ട് മാത്രം നോക്കിയാൽ മതി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്തായാലും നമുക്കറിയാം പ്രമിറ്റീവ് ആയിട്ടുള്ള അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് വേറെ സ്പീഷീസ് പല ഏരിയയിലേക്ക് പോകുമ്പോൾ വേറെ സ്പീഷീസ് ഡെവലപ്പ് ചെയ്യുന്ന ഇനീഷ്യൽ സോഴ്സ് അഡാപ്റ്റീവ് റേഡിയേഷനിലെ ഓഫ് ഫിഞ്ചസിൽ ഇനീഷ്യൽ ആൾ എന്ന് പറയുന്നത് സീഡ് ഈറ്റിംഗ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അതിൽ നിന്ന് വെജിറ്റബിൾ ഈറ്റിംഗ് ഇൻസെക്ടിവോറസ് വെജിറ്റബിൾ ഫിഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ട്രീ ബഡ്സ് വെജിറ്റബിൾസ് അല്ലെ, ഇൻസെക്ട് സീഡ് ഇതെന്തായാലും പോസിബിൾ. ഈ കാരിയൺ ഇതെന്താണെന്ന് അറിയില്ലെങ്കിലും നമുക്ക് അത് ധൈര്യമായിട്ട് കുത്താം. കാരിയൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലിവിങ് ബോഡി ഒക്കെയാണ്. സോ കാരിയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരിയൺ എന്തായാലും ഇതിൽ വരില്ല. ഓക്കെ, സോ 65 ആൻസർ വിൽ ബി എ. Now the next one, 66. Evolution of different species in a given area starting from a point and spreading to other geographical areas. Correct definition ആണ് adaptive radiation. Darwin's finches are a good example of yes, adaptive radiation. The finches of Galapagos Island provide an evidence in favor of എന്നാണ് ചോദിച്ചത്. Evidence in favor of. Yes, 68
ബയോജിയോഗ്രഫിക്കൽ എവല്യൂഷൻ അല്ലേ, ബയോജിയോഗ്രഫിക്കൽ എവല്യൂഷൻ അതന്നെ അഡാപ്റ്റീവ് റേഡിയേഷൻ. അത് ബയോജിയോഗ്രഫിക്കൽ എവല്യൂഷൻ അതിപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ഐഡിയ ഉണ്ടായാൽ മതി. അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് അവിടെ. അഡാപ്റ്റീവ് റേഡിയേഷൻ ഉണ്ടാവാനുള്ള കാരണം പല ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് പോയതുകൊണ്ടാണ് അല്ലേ, അങ്ങനെയും പറയാം. സോ 9 evolution adaptive radiation refers to evolution of different species ആണ്, different species from a common ancestor. correct അല്ലേ? Then 70 which evidence of evolution is related to Darwin's finches എന്നാണ് ചോദിച്ചത്. Darwin's finches, evidences from biogeographical distribution തന്നെയാണ് അല്ലേ. ഒരുപാട് ഏരിയയിലേക്ക് പോയി, പക്ഷേ അവരുടെയൊക്കെ കോമൺ ഒറിജിൻ ഉണ്ട്, അതന്നെയല്ലേ ആൻസർ. സോ 71 നോക്കാം. The diversity in the type of beaks finches adapted to different feeding habits on the Galapagos by observer provides evidence of. Again, interspecific competition ഒന്നുമല്ല, വേരിയേഷൻസും അല്ല. സോ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയാൻ പറ്റും അല്ലേ. ഇതിൽ മോസ്റ്റ് ആപ്ലിക്കബിൾ അഡാപ്റ്റീവ് റേഡിയേഷനിൽ ഡയറക്റ്റ്ലി അത് കുത്താം. ഇതിൽ കറക്റ്റ് ആപ്ലിക്കബിൾ എന്നാണ്. അതായത് ഇവർ എവിടെയാണോ പോയത്, ഇവർ ഏത് ഭാഗത്തേക്കാണോ പോയത്, അവിടെ ഇപ്പൊ അവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ സീഡ് ഈറ്റിംഗ് ആണ് ഇവിടെ ഉണ്ടായത്. ഈ ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക് ഏരിയ സീഡ് ഈറ്റിംഗ് ഓർഗാനിസംസ് ആണ് ഉണ്ടായത്. ഇതേ സീഡ് ഈറ്റിംഗ് ഓർഗാനിസംസിൽ കുറച്ച് ഇൻസെക്ടിവോറസും കുറച്ച് വെജിറ്റബിൾ ഈറ്റിംഗ് ഓർഗാനിസംസും ഉണ്ടാകാം. ആ പർട്ടിക്കുലർ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് ആളുകൾ ഒരുപാട് ഏരിയസിലേക്ക് ഇങ്ങനെ പോയി. ഓക്കെ, അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇൻസെക്റ്റുകൾ മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ വെജിറ്റബിൾസ് മാത്രമേ ഉള്ളായിരുന്നു. സോ ഇവിടെ ആര് മാത്രം സർവൈവ് ചെയ്തു? ഇൻസെക്ട് മാത്രം ഈറ്റ് ചെയ്യുന്ന ആളുകൾ സർവൈവ് ചെയ്തു. ഇവിടെ വെജിറ്റബിൾസ് മാത്രം ഈറ്റ് ചെയ്യുന്ന ആളുകൾ സർവൈവ് ചെയ്തു. അതൊക്കെ നാച്ചുറൽ സെലക്ഷൻ തന്നെയല്ലേ. സോ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ത് തേങ്ങയായാലും അത് നാച്ചുറൽ സെലക്ഷൻ തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ്, വേരിയേഷൻസ് കോസ്ഡ് ബൈ മ്യൂട്ടേഷൻ ആസ് പ്രപ്പോസ്ഡ് ബൈ ഹ്യൂഗോ ഡെ വ്രീസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. കറക്റ്റ്. അക്കോർഡിംഗ് ടു NCERT നമുക്കറിയാം നമ്മുടെ ഈ ഒരു മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നടക്കാം അല്ലേ. സോ അത് റാൻഡം ആണ് ആൻഡ് ഡയറക്ഷൻലെസ് ആണ്. ഡയറക്ഷനിൽ ആവുന്നത് സാധാരണഗതിയിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ പോകുക. പക്ഷേ എപ്പോഴും സംഭവിക്കണം എന്ന് നിർബന്ധമില്ല. നാച്ചുറൽ സെലക്ഷൻ ക്യാൻ വേരി അക്കോർഡിംഗ് ടു ഹ്യൂമൻ. ആന്ത്രപ്പോജനിക് ആക്ഷൻ ആവുമെങ്കിൽ അത് ഡയറക്ഷനിലാണെന്ന് പറയാൻ പറ്റൂല. കറക്റ്റ് അല്ലേ. സോ യൂഷ്വലി മ്യൂട്ടേഷൻ ആണെങ്കിൽ അതിന് ഡയറക്ഷൻലെസ് ആണ്, അത് റാൻഡം ആണെന്ന് പറയാം. അക്കോർഡിംഗ് ടു ഹ്യൂഗോ ഡെ വ്രീസ് ദ മെക്കാനിസം ഓഫ് എവല്യൂഷൻ ഈസ്, അതും കറക്റ്റ് ബേസ്ഡ് ഓൺ യുവർ NCERT തന്നെയാണ്, സാൾട്ടേഷൻ അല്ലേ. അതായത് മൾട്ടിപ്പിൾ സ്റ്റെപ്പ് മ്യൂട്ടേഷൻ മാറിപ്പോകരുത്. സിംഗിൾ സ്റ്റെപ്പ് ആണ്, സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ, അതാണ് സാൾട്ടേഷൻ. അതിനാണ് ലാർജ് സാൾട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, സോ അത് കഴിഞ്ഞു. നെക്സ്റ്റ്, the idea of mutation was brought by, അതും കറക്റ്റ് NCERT അല്ലേ, ഹ്യൂഗോ ഡെ വ്രീസ് തന്നെ, who worked on Ewing Primrose. De Vries gave mutation theory on the organic evolution working on, ഇത് നമ്മൾ പറഞ്ഞിരുന്നു ഇതിന്റെ ഒരു സയന്റിഫിക് നെയിം അല്ലേ, ഓണോത്തിറ ലാമാർക്കിയാന. സോ 92 ആൻസർ വിൽ ബി C.